Angwa. കോട്ടയം കഞ്ഞിക്കുഴി ഹോളി ഫാമിലി LP സ്കൂളിൽ ഇന്ന് ഹിരോഷിമ ദിനം ആചരിക്കുകയാണ്. ലോകത്തെമ്പാടും ശാന്തിയും സമാധാനത്തിന്റെയും പ്രതീകമായി കാണുന്ന സുഡോക്കു പക്ഷികളെ ഈ ഒരു മരത്തിന്റെ കമ്പിൽ കുട്ടികളാണെങ്കിൽ ആ ഒരു പേപ്പർ നിർമ്മിതമായ സുഡോക്കു പക്ഷികളെ ഇവിടെ കെട്ടിത്തൂക്കുകയാണ്. തുടർന്ന് ഹൈഡ്രജൻ ബലൂൺ ആകാശത്തേക്ക് പറത്തിവിടുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. കഞ്ഞിക്കുഴി ഹോളി ഫാമിലി LP സ്കൂളിലെ ടീച്ചേഴ്സും അധ്യാപകരും വിദ്യാർത്ഥികളും കൂടിയാണ് ഈ ഒരു ഹിരോഷിമ ദിനം ഇവിടെ ആചരിക്കുന്നത്. നമുക്കറിയാം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം നമ്മൾ കണ്ടത്. ആ ഒരു കാഴ്ച ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിലാണ് ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണത്. നിമിഷാർത്ഥം കൊണ്ട് തന്നെ 10,000-ങ്ങളെ ചാരമാക്കിയ ആ ദുരന്ത ദിനം ഇന്നും മനസാക്ഷിയെ മറവിപ്പിക്കുന്ന ആ ഒരു ഓർമ്മയിലും ആ ഒരു ദിനത്തെയും ഇന്ന് ലോകത്തിന് മുന്നോട്ട് സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സമാധാനം വീണ്ടെടുക്കുന്നതിന് ഒരു യുദ്ധത്തിനോടല്ല, 2ാം ലോകമായിട്ട് അത്രയും വലിയൊരു കാലയളവിൽ നിന്ന ഒരു യുദ്ധം പോലും ഒന്നുമല്ലാതാക്കി തീർക്കണമെന്നാണ് കുട്ടികളോട് ഇപ്പോൾ പറയുന്നത്. ശാന്തിയും സമാധാനവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഹിരോഷിമ ദിനമാണ് ഇവിടെ ആചരിക്കുന്നത്.
ഇവരൊന്ന് കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞാൽ മതി. ഇവരൊന്ന് കൂട്ടി നിർത്തട്ടെ. ഒന്ന് എല്ലാരും ഒന്ന് രണ്ട് രണ്ട് വാക്ക് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഹിരോഷിമ ദിനമാണ്. ഇതിന്റെ സന്ദേശം സമാധാനമാണ്. ലക്ഷങ്ങൾ മരിച്ച 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം കുറിച്ചത് ഹിരോഷിമ എന്ന സ്ഥലത്ത് അണുബോംബ് വർഷിച്ചതിന്റെ ഫലമായിട്ടാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആൾക്കാരാണ് ഒരു നിമിഷം കൊണ്ട് ചാമ്പലായി മാറിയത്. അന്ന് കൊണ്ട് ലോക സമൂഹം തീരുമാനിച്ചു ഇനിയും ലോകത്തിലൊരു യുദ്ധം വേണ്ട. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് ലോക സമാധാനം നാട്ടിൽ എന്നും ഉണ്ടാകണം. ഈ സന്ദേശം മുതിർന്നവർക്കപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിലാണ് എത്തേണ്ടത്. കുഞ്ഞുങ്ങളിൽ ഈ സന്ദേശം എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിന്റെ സ്ഥാപനങ്ങളുടെ 3 മേധാവികൾ, ബഹുമാനപ്പെട്ട ബിജു സാറും ബിജി ടീച്ചറും ഞാനും ചേർന്ന് ഈ വെള്ള നിറത്തിലുള്ള സമാധാനത്തിന്റെ പ്രതീകമായ ബലൂണ് പറത്തുകയാണ്. സമാധാനത്തിന്റെ പ്രതീകമായി ബലൂണ് പറത്തും. കോട്ടയം കഞ്ഞിക്കുഴി ഹോളി LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടെ ചേർന്ന് ഹൈഡ്രജൻ ബലൂൺ ഇപ്പോൾ വെള്ള നിറത്തിലുള്ള ഹൈഡ്രജൻ ബലൂൺ സമാധാനത്തിന്റെ പ്രതീകമായി കണ്ടുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തിവിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
മക്കളും പക്കാ തന്നെ. പിടിച്ചു ആൾക്കാർ വന്നു പരിപാടിയാ. ഹലോ അവിടെ തേർഡായി. ഓക്കെ 2 മണിക്ക് ഞാൻ നമ്മളോടൊപ്പം ചേരുന്നത് കോട്ടയം കഞ്ഞിക്കുഴി ഹോളി ഫാമിലി LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ NF സെബാസ്റ്റ്യൻ സാറാണ്. നമുക്ക് സാറിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ ഇങ്ങനെ ഒരു കാര്യം കണ്ടക്ട് ചെയ്തതിൽ സംസാരിക്കാം. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളിലാണ് ഈ ഒരു സന്ദേശം എത്തിക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് ഒരു സിസ്റ്ററിന്റെ സംസാരത്തിൽ നിന്നാണ് ഈ ആശയം എത്തിയത്. സുഡോക്കു സുസാക്കി എന്ന് പറയുന്ന ഒരു കുട്ടിക്കുണ്ടായ ദാരുണ അന്ത്യം മനസ്സിൽ ഏറ്റവും തട്ടിയ ഒരു സംഭവമാണ്. അപ്പൊ ആ സംഭവത്തിന്റെ ഭാഗമായിട്ട് ലോകസമാധാനം എന്നും നിലനിൽക്കണം. ലോകസമാധാനം നിലനിൽക്കുന്നതിന് പിന്നെ കുട്ടികള് മുതിർന്നവരെ ഒരിക്കലും നമുക്ക് തിരുത്താൻ സാധിക്കില്ല, പക്ഷെ കുട്ടികളെ നമുക്ക് തിരുത്താൻ സാധിക്കും. ആ കുട്ടികളെ തിരുത്താൻ സാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ത്രെഡുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ അവർ ഉറപ്പായിട്ടും ഭാവിയിൽ സമൂഹത്തിന് ഉതകുന്ന ഒരു തലമുറയായിട്ട് മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹിരോഷിമ ദിനം ഈ സുഡാക്കു സുസാക്കി എന്ന് പറയുന്ന കുട്ടിയിലൂടെ തന്നെ ഈ സന്ദേശം എത്തിക്കാനും ഈ പേപ്പർ കൊക്കിനെ ആശയമാക്കിക്കൊണ്ട് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചത്.